നന്ദേട്ടാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. 2 മണിക്കൂറായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. തൃപ്തിയായമ്മേ? അമ്മയുടെ മോള് ആള് മിടുക്കി തന്നെയാ. കൊള്ളാം. തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അല്ലേ പോയത്? പിന്നല്ലാതെ അവളെവിടെ പോവാനാ? എപ്പോ വരുമെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ആ, നേരത്തെ പറഞ്ഞില്ലേ? അത് തന്നെ. ചോദിക്കാനും പറയാനും ആരുമില്ല. മാന്യവും മര്യാദയ്ക്കും കഴിയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എവിടെ പോകണമെന്ന് പറയും, എത്ര മണിക്ക് വരുമെന്ന് പറയും, ആരെ കാണാൻ പോകുന്നതെന്നും പറയും. ഇവിടെ അമ്മ പറ, ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനെ, ഞാൻ കുറ്റപ്പെടുത്തില്ല. കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. നന്ദേട്ടാ, നന്ദേട്ടൻ ചേച്ചി ഒന്ന് വിളിക്കാവോ? ഞാൻ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുക്കുന്നില്ല. നീ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചെടുക്കോ? എടുക്കും. നന്ദേട്ടൻ ഒന്ന് വിളിക്ക്. വിളിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ പറയും ഒന്ന് വിളിച്ചുകൂടായിരുന്നോ, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ വരുമായിരുന്നല്ലോ എന്നൊക്കെ. നേരത്തെ ഫോൺ വിളിക്കണ്ടെന്നാ കരുതിയേ. വിളിക്കാം. മോൻ വിളിച്ച അവൾ ഉടനെ വരും. ഇങ്ങോട്ട് വരണമെന്നില്ല, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ ചെന്ന് ഞാൻ വിളിച്ചോണ്ട് പൊയ്ക്കോളാം. ഞാൻ വിളിക്കട്ടെ. അങ്ങനെ അവൾക്ക് ജനിച്ച ആ പെൺകുഞ്ഞ് മറ്റാരും അറിയാതെ പരമേശ്വരന്റെയും സുജാതയുടെയും കൂടെ വളർന്നു. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നറിയില്ല. നന്ദു, ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ഹലോ, കേട്ടല്ലോ. ഇനിയൊന്ന് വിശദീകരിക്കണ്ടല്ലോ. ഇനി അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. അല്ല മോനെ, അവളിങ്ങോട്ട് വരട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.